ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ്. ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിലുള്ള വിദ്യോദയ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. അതിനടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു 30ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീടും വരുന്നത്. ഒരുപാട് വീടുകൾ സെയിലായി ആളുകൾ താമസമായതാണ് ഈ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 4.5 സെന്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ വഴി തന്നെ നോക്കാം. നിങ്ങൾ നോക്കിക്കോളൂ, നിറയെ വില്ലകളാണ്, എല്ലാത്തിലും ആളുകൾ താമസമായതാണ്. 2 വില്ലകളുടെയും മിഡിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വീടിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയുള്ള ടെക്സ്ചർ വർക്കാണ് മതിലിൽ കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സൈഡും കംപ്ലീറ്റ് ആയിട്ട് 2 ഭാഗത്തേക്കും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ നല്ല ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ മെയിൻ 2 പില്ലറുകളിലൊക്കെ വന്നിട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ള ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ടോട്ടലി കണ്ടോളൂ. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല നീണ്ട നിവർന്നൊരു പരന്ന വീട് തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ടെക്സ്ചർ വർക്കുകളും ജാളി വർക്ക് ഡിസൈനുകൾ വന്നിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് 8.8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് 13 കിലോമീറ്ററും എയർപോർട്ട് ഭാഗത്തേക്ക് 17 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കടക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മുറ്റം മുഴുവൻ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് കവേർഡ് ആയിട്ട് ഒരു പോർച്ച് കിട്ടുന്നുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ ഒരു 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വലിയൊരു മുറ്റം തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ നല്ല ലെങ്തി ആയിട്ടുള്ള സ്പേസ് ആണ്. 3 കാറുകൾക്ക് വരെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഗേറ്റഡ് കോമ്പൗണ്ട് തന്നെയാണ്. സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കൂടാതെ നോക്കുവാണെങ്കിൽ അവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ആ കാണുന്നത് വർക്ക് ഏരിയയുടെ പോർഷൻ ആണ്. ഗേറ്റ് തുറന്ന് അകത്ത് കടന്നിട്ടുള്ള റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഭാഗത്തും ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ആ ഒരു ഭാഗവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് പണിതിരിക്കുന്നത്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കിഴക്ക് ഭാഗത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കിഴക്ക് ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് കിണറും മറ്റൊരു ഓപ്ഷൻ ആയിട്ട് KW വാട്ടറുമാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. 2 പില്ലറുകളിലും ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന തള്ളി നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്ക്വയർ ഷേപ്പിൽ LED സ്ട്രിപ്പും വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഒറ്റപ്പാളിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. നമ്മുടെ മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. 4.5 സെന്റില് 2350 സ്ക്വയർ ഫീറ്റും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോളൂ. അതിനിടയ്ക്ക് തന്നെ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട. നേരെ കയറി കഴിയുമ്പോൾ നമ്മളുടെ മെയിൻ ഡോറിന് തൊട്ടടുത്തായിട്ട് നമുക്ക് 2 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് കിട്ടുന്നത്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഒരു വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വൈറ്റ് ബ്രൗണിഷ് ഒരു യെല്ലോയിഷ് ഡിസൈൻ എല്ലാം കൂടെ കൂടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ്. പെട്ടെന്ന് നമുക്ക് ചെറിയ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല, അങ്ങനത്തെ ഒരു ടൈലാണ്. നല്ല ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഡോർ തുറന്ന് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ കാണുന്നത് ഇവിടുത്തെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് CCTV കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാനും പറ്റുന്നുണ്ട്.
ടി വി വെക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ നല്ല രീതിയിൽ ഹെവി ആയ വർക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലൊക്കെ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. മെയിൻ ടി വി വെക്കാനുള്ള ബോർഡ് വൈറ്റ് കളറാണ്. സൈഡിലൊക്കെ ആയിട്ട് ഓപ്പൺ ഷെൽഫുകളും താഴെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഡോറുകളും വെച്ചിട്ടാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസൈനുകളും ഒരുപാട് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ലിവിംഗ് സ്പേസ് നമുക്ക് വളരെ വലിയൊരു ഏരിയ ആയിട്ടാണ് കിട്ടുന്നത്. ആ ഒരു ഏരിയ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഞാൻ നിൽക്കുന്ന ഏരിയ വരെ നമുക്ക് ലിവിംഗ് റൂമിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. വലിയൊരു ഏരിയ നമുക്ക് അതുകൊണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഫസ്റ്റ് ലിവിംഗ് കഴിഞ്ഞാൽ സെക്കൻഡ് ലിവിംഗിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസ് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിൽ നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചു കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനുകളും ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് റൂമിന്റെ പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കൂടി 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. നമുക്ക് ഈ വീട്ടിലെ കേബിളും സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിന്റെ സെക്കൻഡ് പോർഷൻ നമ്മൾ കണ്ടു. ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് അതിന്റെ റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ വർക്കുകളും LED-കളും ഒക്കെ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് നിങ്ങൾ കണ്ടു നീളത്തിലാണ്. തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. 6 പേരെയോ 7 പേരെയോ 8 പേരെയോ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. കാരണം ഡൈനിങ് ഏരിയയുടെ ഷേപ്പ് ഇങ്ങനെ വളരെ ലെങ്തി ആയിട്ട് കിടക്കുന്നത് കൊണ്ട് 8 പേരെ വരെയൊക്കെ നമുക്ക് മാക്സിമം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ വരുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സെറയുടെയാണ് വാഷ് ബേസിൻ. അത് വെച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ്. അതിരിക്കുന്ന പോർഷന്റെ താഴെയൊക്കെ നോക്കിയാൽ കാണാം കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ രണ്ട് സൈഡും ഈ ഭാഗത്ത് വൈറ്റ് കളറിലായിട്ട് ഓപ്പൺ ഷെൽഫുകളും ഈ ഒരു ഭാഗത്ത് വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ഷെൽഫുകൾ. രണ്ടിന്റെയും അകത്ത് നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്സ് ഒക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഇട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനൊക്കെ ആ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് താഴെ നോക്കിയാൽ കുറച്ച് ഡെപ്തിൽ ഒരു ഏരിയ കൊടുത്തിട്ട് അതിനകത്തൊക്കെ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് തന്നെ നല്ല രീതിയിൽ ഭംഗിയായ വർക്കുകളൊക്കെ കൊടുത്തുകൊണ്ടാണ്. ക്രോക്കറി ഷെൽഫ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. താഴെയൊക്കെ നോക്കിയാൽ നല്ല ഡിസൈനുകൾ കൂടി LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് കിച്ചണിന്റെ ഓപ്പൺ കിച്ചണിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിച്ചണും സെക്കൻഡ് കിച്ചണും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കിച്ചൺ ആണ്. നമുക്കൊരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ടോട്ടൽ 3 ലെയറിൽ വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ സിങ്കും പൈപ്പ് കണക്ഷനും കാണാം. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പ്രൊജക്ഷൻ വന്നിട്ട് അതിനകത്തൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് കിച്ചണും കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് സെക്കൻഡ് കിച്ചണും ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ലൈറ്റ് ഷെയ്ഡുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ 3 വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കിച്ചണും കൂടെ നോക്കുമ്പോൾ ടോട്ടൽ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ ധാരാളം സൗകര്യമാണ് നമുക്ക് ഇവിടെ കിച്ചണിൽ കിട്ടുന്നത്. വർക്ക് ഏരിയയെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സിങ്ക് പൈപ്പ് കണക്ഷനും അതുപോലെ കിച്ചൺ സ്ലാബുകളും അതിന്റെ താഴെ കബോർഡുകളും ഒക്കെ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 2 സൈഡിലും ഡോറുകളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ് സ്പേസിന് ഇവിടെ നിന്നിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻസ് ആണ് ഇപ്പോൾ കണ്ടത്. റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം തന്നെ നോക്കാം. നമ്മളുടെ ഈ ഒരു വാഷ് ഏരിയയുടെ അടുത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13.5-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 വിൻഡോസും ഈ കാണുന്ന ഹോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഡിസൈനുകൾ വരുന്നുണ്ട്.
LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ ആവശ്യത്തിന് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് ബാത്റൂമിനകത്തുള്ള ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സെറയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് 3 വിൻഡോസും ഈ കാണുന്ന ബോർഡിൽ 2 സിംഗിൾ വിൻഡോസും ആണ് കാണാൻ പറ്റുന്നത്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ ഈ ഒരു ഭാഗത്ത് ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലും മുകളിലൊക്കെ ആണെങ്കിലും ഓപ്പൺ ഷെൽഫുകൾ വരുന്നിടത്തൊക്കെ ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. കൂടുതലും LED സ്ട്രിപ്പുകളാണ്. ഓരോ എഡ്ജിലും മാത്രമാണ് വലിയ LED ബൾബുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിന് കൂടെ വുഡൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. വരുന്ന വഴിക്കെല്ലാം ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് പെർഗോള രീതിയിലാണ് കുറച്ച് ഓപ്പണിങ്സ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഹാളാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ഹാളിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഡോർ കാണാം. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് ഡോറിന്റെ ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഒരു കോർട്ട്യാർഡിലേക്കാണ്. നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് സ്കൈ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ജാളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഇരിക്കാനും ഒന്ന് റീഡ് ചെയ്യാനും ഒക്കെ ആ ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഹാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താണ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ കിട്ടുന്നത്. ഇവിടെയാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ലൊരു ഭംഗിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇവിടെ TVക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കയറി വന്നപ്പോൾ തുടങ്ങിയുള്ള ഹാളിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം, നിറയെ വർക്കുകൾ വരുന്നുണ്ട്. ഒരുപാട് LED സ്ട്രിപ്പുകളും LED ബൾബുകളും ചെറിയ LED ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. അത് നേരെ തുറക്കുന്നത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി നമുക്ക് രണ്ടായിട്ടാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ബാൽക്കണി കവേർഡ് ആയിട്ടാണ് വരുന്നത്. മുകളിലൊക്കെ LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ നിറയെ കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത് ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഹാൻഡ് റെയിൽസ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു ചെറിയ പടി നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ബാൽക്കണിയാണ് കിട്ടുന്നത്. നമ്മുടെ കോർട്ട്യാർഡിന്റെ പുറത്തുള്ള വശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ കോർട്ട്യാർഡ് കണ്ടത്. നല്ലൊരു ഓപ്പൺ സ്പേസ് ആണ്. പക്ഷെ ഇത് നമുക്ക് നല്ല രീതിയിൽ ടഫന്റെ ഗ്ലാസ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വന്ന ഉടനെ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസ് കണ്ടു, ബാൽക്കണി കണ്ടു, കോർട്ട്യാർഡ് കണ്ടു. നമുക്ക് ഇനി ഈ ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടൊരു ഡോർ കൂടി ഓപ്പൺ ചെയ്യാനുണ്ട്. ഈ കാണുന്ന ഡോർ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. കംപ്ലീറ്റ് കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ആ ഒരു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ടെറസ് മുകളിൽ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. യൂട്ടിലിറ്റി സ്പേസും കണ്ടു കഴിഞ്ഞു. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. റൈറ്റ് സൈഡിലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. ടോട്ടലി നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബെഡ്റൂം സൈസ് നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 13.5-11 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോസും അവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ കിട്ടുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിനുള്ള നല്ല വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് റൂഫിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഫൈനലി നമ്മൾ ഇനി 4th ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ബെഡ്റൂമുകളെല്ലാം തമ്മിൽ നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
നാലാമത്തെ ബെഡ്റൂമും നല്ല വലുപ്പത്തിലാണ് വന്നിരിക്കുന്നത്. 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയ 3 വിൻഡോസും 2 ചെറിയ വിൻഡോസ് ഈ ഒരു വാളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളെല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ വോളിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയ യെല്ലോ ഡിസൈൻ വരുന്നുണ്ട്. ഫ്ലോറിലാണെങ്കിൽ വുഡൻ ടൈപ്പ് ഓഫ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകളും നല്ല രീതിയിൽ സ്പേസ് ഇട്ട് നല്ല സൗകര്യത്തിൽ തന്നെ ജെറയുടെ ഫിറ്റിംഗ്സിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെട്ട വീട് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിലാണ്. നമുക്ക് എടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലുള്ള വിദ്യോദയ സ്കൂള് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനൊക്കെ ഏകദേശം അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. 30ഓളം വില്ലകൾ വരുന്ന വില്ലക്കകത്ത് ഒരുപാട് വീടുകൾ, ഏകദേശം ഒരു 10ഓളം വില്ലകളിൽ ആളുകൾ താമസമായതാണ്. അതിനകത്തൊരു സെയിലിനുള്ള വില്ലയാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് പരിചയപ്പെട്ടത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.5 സെന്റിൽ 2350 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.5 സെന്റ് ലാൻഡിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. 2 കിച്ചണുകൾ കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. 3 കാറുകളുണ്ട്. പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ എലിവേഷൻ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിനായിട്ട് നമുക്ക് ഇവിടെ കിണറുണ്ട്. കിണർ വെള്ളം കൂടാതെ KWയുടെ വാട്ടറാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. മനോഹരമായ ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 84 ലക്ഷം രൂപയാണ്. 84 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഒരു വീട് നിങ്ങൾക്ക് വാങ്ങി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് വാങ്ങാനും കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.